ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ഡി സി പവറിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ കണ്ടിരുന്നു. നമുക്ക് എന്തായിരുന്നു കിട്ടുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ എം ഡിവൈഡഡ് ബൈ പൈ ഹോൾ സ്ക്വയർ ഇൻറ്റു ആർ എൽ. ആർ എൽ എന്ന് പറയുന്നത് ലോഡ് റെസിസ്റ്റൻസ് ആണ്. ഐ എം എന്ന് പറയുന്നത് കറണ്ടിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ്. അപ്പോൾ നമുക്ക് കർവ് എന്ന് പറഞ്ഞത് ഇതാണ് നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറണ്ട് എന്ന് പറയുന്നത് പോസിറ്റീവ് ആ സൈക്കിളിന് കറസ്പോണ്ടിങ് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, കണ്ടക്ഷൻ ചെയ്യുന്നത്. ഇതാണ് നമുക്ക് പാസ് ചെയ്യുന്ന കറണ്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ എന്താ പറയുക ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്. വി ഇൻ എ, ഐ എ, വി ഒ, ഇങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി നമുക്ക് കാണാനുള്ളത് എ സിയുടെ പവറാണ് കാണാനുള്ളത്. എ സിയുടെ പവർ കാണാൻ വേണ്ടി നമുക്ക് കാണേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് ഐ സ്ക്വയർ ആർ എം എസ് ഇൻറ്റു ആർ എൽ പ്ലസ് ആർ എഫ്. കാരണം ലോഡ് എ സി കറണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ഡയോഡിലൂടെയും അതുപോലെ ലോഡ് റെസിസ്റ്റൻസിലൂടെയും പാസ് ചെയ്യുന്ന ഒന്നാണ്. സോ അപ്പോൾ ഇതിൻ്റെ പവർ എന്ന് പറയുന്നത് ഐ സ്ക്വയർ ആർ എം എസ് ഇസ് ഈക്വൽ ടു ആർ എൽ പ്ലസ് ആർ എഫ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുക അത് കാണുന്നത്. നമുക്ക് ഐ സ്ക്വയർ ആർ എം എസ് കാണാൻ വേണ്ടി നമുക്ക് ആദ്യം കാണേണ്ടത് മീൻ സ്ക്വയർ കറണ്ടാണ്. മീൻ സ്ക്വയർ കറണ്ട് എന്ന് പറഞ്ഞാൽ ദറ്റ് ഈസ് ഈക്വൽ ടു നമ്മളൊരു ഫുൾ സൈക്കിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു മീൻ സ്ക്വയർ കറണ്ടാണ് നമ്മൾ കാണുന്നത് ഫോർ ഫുൾ സൈക്കിൾ. അപ്പോൾ നമ്മുടെ ഫുൾ സൈക്കിൾ എന്ന് പറഞ്ഞത് ഇതാണ് നമ്മുടെ ഫുൾ സൈക്കിൾ ഫ്രം 0 to 2π. അപ്പോൾ ദറ്റ് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 2π ഇൻറ്റഗ്രൽ കറണ്ട് എന്ന് പറയുന്നത് ഫ്രം 0 to π മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, വേരി ചെയ്യുന്നുള്ളൂ. പൈ ടു 2πയിൽ എന്താണ് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. സോ നമുക്ക് ഇൻറ്റഗ്രൽ എന്ന് പറയുന്നത് ഫ്രം 0 to π എന്നുള്ള വാല്യൂ കൊടുക്കാം. ഐ സ്ക്വയർ ഡി തീറ്റ ദറ്റ് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 2π ഇൻറ്റഗ്രൽ 0 to π ഐ സ്ക്വയർ. ഐ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ നമുക്ക് എഴുതാം ഐ എം സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡി തീറ്റ എന്ന് കൊടുക്കാം. ദെൻ സൈൻ സ്ക്വയർ തീറ്റനെ നമുക്ക് ഇങ്ങനെ ഐ എം എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോൺസ്റ്റൻറ്റ്, കാരണം ആംപ്ലിറ്റ്യൂഡാണ് ഐ എം എന്ന് പറയുന്നത്. അപ്പോൾ ഐ എം സ്ക്വയർ നമുക്ക് പുറത്തേക്ക് എടുക്കാം. സൈൻ സ്ക്വയർ തീറ്റ നമുക്ക് ഇങ്ങനെ എഴുതാം സൈൻ സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1 മൈനസ് കോസ് 2 തീറ്റ ഡിവൈഡഡ് ബൈ 2 എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാം. സോ ദ റിലേഷൻ ബിക്കംസ് ഐ എം സ്ക്വയർ ഡിവൈഡഡ് ബൈ 2π integral 1 minus cos 2 theta divided by 2 from 0 to π into d theta that is equal to ഈ 2നെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഐ എം സ്ക്വയർ ഡിവൈഡ് ബൈ 4π. ദെൻ ഇതിന് നമുക്ക് ഇൻറ്റഗ്രൽ കാണാം. അപ്പോൾ 1ന് കറസ്പോണ്ടിങ് ആയിട്ട് ഇൻറ്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു തീറ്റ ചെയ്യുകയാണെങ്കിൽ തീറ്റ മൈനസ് സൈൻ 2 തീറ്റ ഡിവൈഡ് ബൈ 2 ഫ്രം 0 to π. ഈ 2 നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു. പിന്നെ കോസ് 2 തീറ്റ നമ്മൾ ഇൻറ്റഗ്രൽ ചെയ്യുമ്പോഴാണ് ഈ 2 വരുന്നത്, സൈൻ 2 തീറ്റ ഡിവൈഡ് ബൈ 2. ദെൻ ഇതിൻ്റെ വാല്യൂ നമ്മൾ 0 ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് പൈ ആണ് നമ്മൾ പറഞ്ഞു. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ എം സ്ക്വയർ ഡിവൈഡ് ബൈ 4. കാരണം ഈ പയ്യും ക്യാൻസൽ ചെയ്ത് പോയി ഇത് കിട്ടി. അപ്പോൾ നമുക്ക് മീൻ സ്ക്വയർ കറണ്ട് നമുക്ക് കിട്ടി. മീൻ സ്ക്വയർ കറണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആർ എം എക്സ് വാല്യൂ കാണാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്താൽ മതി, മീൻ സ്ക്വയർ കറണ്ടിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ എം ഡിവൈഡ് ബൈ 2. ദിസ് ഈസ് എ ഐ ആർ എം എസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കറണ്ട് ആർ എം എസ് വാല്യൂ കിട്ടി. അങ്ങനെയാണെങ്കിൽ പവർ എ സി എന്ന് പറയുന്നത്, ഇൻപുട്ട് പവർ എ സി എന്ന് പറയുന്നത് ഐ ആർ എം എസ് സ്ക്വയർ ഇൻറ്റു ആർ എൽ പ്ലസ് ആർ എഫ് എന്നാണ്. സോ ഐ എം ഡിവൈഡ് ബൈ 2 സ്ക്വയർ വരുന്നുണ്ട്. അപ്പോൾ ഐ എം സ്ക്വയർ ഡിവൈഡ് ബൈ 4 ആർ എൽ പ്ലസ് ആർ എഫ് എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എഴുതാൻ പറ്റും. ദിസ് ഈസ് ദ എ സി പവർ. എ സി പവറാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. സോ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു, എഫിഷ്യൻസി എന്ന് പറയുന്നത് ഡി സി പവർ ഔട്ട്പുട്ട് ഡി സി ഔട്ട്പുട്ടിലാണ് കിട്ടുന്നത്. ദെൻ ഇൻപുട്ട് എ സി പവർ, ഇവ തമ്മിലുള്ളൊരു ഇതാണ് നമുക്ക് വേണ്ടത്. അതായത് ഡി സി പവറും എ സി പവറും തമ്മിലുള്ള ഒരു റേഷ്യോ ആണ് നമുക്ക് കാണേണ്ടത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി സി പവർ നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് ഐ എം സ്ക്വയർ ഡിവൈഡഡ് ബൈ പൈ സ്ക്വയർ ഇൻറ്റു ആർ എൽ ഡിവൈഡഡ് ബൈ
ഇൻപുട്ട് എ സി പവർ എന്ന് പറയുന്നത് IM² ഡിവൈഡ് ബൈ 4 RL പ്ലസ് RF എന്നതാണ്. IM² ക്യാൻസൽ ചെയ്ത് പോയി. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഡിവൈഡഡ് ബൈ പൈ സ്ക്വയർ. 4 ഡിവൈഡ് ബൈ പൈ സ്ക്വയർ. ഇവിടെ RL ഡിവൈഡഡ് ബൈ RL പ്ലസ് സ്മോൾ RF. ദാറ്റ് ഈസ് എ ഫോർവേഡ് റെസിസ്റ്റൻസ്. ഇനി ഡിനോമിനേറ്റർ നമുക്ക് RL കോമൺ ആക്കി പുറത്തേക്ക് എടുത്താൽ 4 ഡിവൈഡഡ് ബൈ പൈ സ്ക്വയർ ഇൻറ്റു RL ഡിവൈഡഡ് ബൈ RL കോമൺ ആക്കി പുറത്തേക്ക് എടുക്കുകയാണ്. സോ 1 പ്ലസ് RF ഡിവൈഡഡ് ബൈ RL. ഈ RL ക്യാൻസൽ ചെയ്ത് പോയി. സോ വി ഗെറ്റ് 4 ഡിവൈഡഡ് ബൈ പൈ സ്ക്വയർ 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് RF ഡിവൈഡഡ് ബൈ RL. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലൊരു ഇക്വേഷനാണ് നമുക്ക് കിട്ടുന്നത്. ദാറ്റ് ഈസ് എ എഫിഷ്യൻസി. 4 ഡിവൈഡ് ബൈ പൈ സ്ക്വയർ 1 ഡിവൈഡ് ബൈ 1 പ്ലസ് RF ഡിവൈഡ് ബൈ RL. RF എന്ന് പറയുന്നത് ഫോർവേഡ് റെസിസ്റ്റൻസ് ആണ് ഡയോഡിൻ്റെ. RL എന്ന് പറയുന്നത് ലോഡ് റെസിസ്റ്റൻസ് ആണ്. ഇനി സപ്പോസ് ഫോർവേഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡയോഡിൻ്റെ ഫോർവേഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി ലോ കമ്പയർഡ് ടു ദ ലോഡ് റെസിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ ദിസ് ടേം വിൽ ബി ഈക്വൽ ടു 0. അപ്പോൾ 1 ഡിവൈഡ് ബൈ 1 പ്ലസ് 0 വരും. ദറ്റ് ഈസ് 1. അപ്പോൾ റിലേഷൻ എന്ന് പറയുന്നത് 4 ഡിവൈഡ് ബൈ പൈ സ്ക്വയർ എന്നുള്ള ടേം ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന മാക്സിമം എഫിഷ്യൻസി എന്ന് പറയുന്നത് 4 ഡിവൈഡ് ബൈ പൈ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.406. ദാറ്റ് ഈസ് 14.6% ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഇഫ് RF ഈസ് വെരി വെരി ലെസ് ദാൻ ലോഡ് റെസിസ്റ്റൻസ് ദെൻ RF ഡിവൈഡഡ് ബൈ RL എന്ന് പറയുന്നത് ഈസ് അപ്രോച്ച് ടു 0. അങ്ങനെയാണെങ്കിൽ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു 4 ഡിവൈഡഡ് ബൈ പൈ സ്ക്വയർ എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.406. ദാറ്റ് ഈസ് ദ മാക്സിമം റെക്ടിഫയർ എഫിഷ്യൻസി എന്ന് പറയുന്നത്. മാക്സിമം റെക്ടിഫയർ എഫിഷ്യൻസി ഫോർ ഹാഫ് വേവ്. നമ്മൾ ഹാഫ് വേവിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ഈസ് എത്രയാണ്? 14.6%. 14.6% ആണ് നമുക്കൊരു ഹാഫ് വേവിൻ്റെ കേസിലുള്ള മാക്സിമം റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസി നമുക്ക് എന്ത് ചെയ്യേണ്ടത് കിട്ടുന്നത്. ദാറ്റ് മീൻസ് ഇൻ ഹാഫ് വേവ് റെക്ടിഫിക്കേഷൻ മാക്സിമം 14.6%. അതായത് നമ്മൾ കൊടുക്കുന്ന നമ്മുടെ ഒരു ഹാഫ് വേവിൻ്റെ കേസിൽ ഇൻപുട്ടായിട്ട് AC സിഗ്നൽ കൊടുക്കുന്നുണ്ട്. ആ AC സിഗ്നൽ ഇതാണ് നമ്മളെ ഹാഫ് വേവിൻ്റെ കേസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ നോക്കാം, ഇവിടെയാണ് നമ്മൾ ACൻ്റെ ഇൻപുട്ട് കൊടുക്കുന്നത്. AC. ഓക്കെ, അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ACൻ്റെ നമ്മളൊരു 100% AC ഇവിടെ കൊടുക്കുകയാണെങ്കിൽ അതിൽ 40% മാത്രമാണ് എന്ത് ചെയ്യുന്നത് റെക്ടിഫിക്കേഷൻ പ്രോസസ്സ് നടക്കുന്നത്. അതായത് 100%-ൽ 40% അല്ലെങ്കിൽ 40.6% മാത്രമാണ് ACനെ എന്ത് ചെയ്യുന്നത് DC ആക്കി കൺവേർട്ട് ചെയ്യുന്നത് ഒരു ഹാഫ് വേവിൽ. ബാക്കി അറൗണ്ട് 59.4% എന്താണ് റെക്ടിഫിക്കേഷൻ പ്രോസസ്സ് അവിടെ നടക്കുന്നില്ല. ദാറ്റ് മീൻസ് അവിടെ എന്തുണ്ട്, ഈ ഔട്ട്പുട്ട് വോൾട്ടേജിൽ നമുക്ക് DC കിട്ടുന്നു. DC നമുക്ക് കിട്ടേണ്ടത്, പക്ഷേ DCയുടെ കൂടെ നമുക്ക് എന്ത് ചെയ്യും ACയുടെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് കിട്ടുന്നുണ്ട്. അതായത് കുറച്ചും കൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ DCനേക്കാൾ കൂടുതലായിട്ട് എന്താണ് കിട്ടുന്നത് AC തന്നെയാണ്. കാരണം റെക്ടിഫിക്കേഷൻ പ്രോസസ്സ് അവിടെ ഇൻഎഫക്റ്റീവ് ആണെന്ന് നമുക്ക് പറയാം. അത്രയും പെർസെൻറ്റേജ് കുറവാണ്. സോ നമുക്ക് എന്താ അറിയാം 14.6% മാത്രമാണ് എന്ത് ചെയ്യുന്നത് ഒരു റെക്ടിഫിക്കേഷനിൽ ACനെ DC ആക്കി കൺവേർട്ട് ചെയ്യുന്നത്. സോ ദ റെക്ടിഫയർ ഈസ് ഇൻഎഫക്റ്റീവ് എന്നാണ് നമുക്ക് പറയാം. അല്ലെങ്കിൽ നമുക്ക് റിപ്പിൾ ഫാക്ടർ കണ്ടെത്തുകയാണ് നമുക്ക് എന്ത് ചെയ്യാം, അത് നമുക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കാവുന്നതേ ഉള്ളൂ. റിപ്പിൾ ഫാക്ടർ കാണാമെന്ന് പറഞ്ഞാൽ എത്രയാണ് കണ്ടൻറ്റ്, ഔട്ട്പുട്ടിൽ എത്രത്തോളം AC കമ്പോണൻസ് വരുന്നുണ്ട് എന്നതിൻ്റെ വാല്യൂ ആണെന്ത് റിപ്പിൾ ഫാക്ടർ എന്ന് പറയുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, അത് കണ്ടുപിടിക്കാം. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ACയുടെ എത്ര മടങ്ങാണ് വരുന്നത് എന്നുള്ളതൊരു ഐഡിയ നമുക്ക് കിട്ടും. സോ നമുക്കിനി അടുത്ത് കാണാനുള്ളത് റിപ്പിൾ ഫാക്ടറാണ്. സോ റിപ്പിൾ ഫാക്ടർ, ഇപ്പോൾ റിപ്പിൾ ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് റിപ്പിൾ എന്ന് പറഞ്ഞാൽ റിപ്പിൾ എന്ന് പറഞ്ഞാൽ AC കമ്പോണൻസിന് പറയുന്ന പേരാണ് എന്ത് റിപ്പിൾ എന്ന് പറയുന്ന വാക്ക്. AC കമ്പോണൻസിന് പറയുന്ന ഒരു വാക്കാണ് എന്ത് റിപ്പിൾ എന്ന് പറയുന്നത്. റിപ്പിൾ ഫാക്ടർ എന്ന് പറഞ്ഞാൽ RF എന്ന് പറയുന്നത് ദ റേഷ്യോ ഓഫ്
the ratio of RMS value of AC components to the DC components in the rectifier output is known as, that is called ripple factor. Okay, that means RF is equal to IAC divided by IDC. ഓക്കെ, എ സിയുടെ കമ്പോണൻസും ഡി സിയുടെ കമ്പോണൻസും തമ്മിലുള്ള റേഷ്യോനാണ് എന്താ പറയുക, റിപ്പിൾ ഫാക്ടർ എന്ന് പറയുക. അപ്പോൾ നമുക്ക് ഐ ഡി സി നമ്മൾ ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു IM ഡിവൈഡഡ് ബൈ 2 പൈ. ഇതാണ് നമുക്ക് കിട്ടിയ ഡി സിയുടെ കറണ്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡി സിയുടെ ആവറേജ് വാല്യൂ ആണ് അവിടെ കണ്ടത്. ദാറ്റ് ഈസ് എ ഡി സി കറണ്ട്. ഇനി നമുക്ക് IAC കാണണം, പക്ഷെ നമുക്ക് IRMS മാത്രമേ അറിയുള്ളൂ. അപ്പോൾ IRMSൻ്റെ ഡെഫിനിഷൻ പ്രകാരം IRMS എന്ന് പറയുന്നത് എന്താണ്, IAC² പ്ലസ് IDC² എന്നതാണ് IRMSൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഫ്രം ദിസ് IAC ഈസ് ഈക്വൽ ടു IRMS² മൈനസ് IDC² സ്ക്വയർ റൂട്ട്. ഈ രീതിയിൽ നമുക്ക് ഇക്വേഷൻ എഴുതാൻ പറ്റും. ദെൻ RF ഈസ് ഈക്വൽ ടു, RF എന്ന് പറഞ്ഞാൽ എന്താണ്, ദാറ്റ് ഈസ് IAC എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, ദിസ് വൺ, ദാറ്റ് ഈസ് റൂട്ട് ഓഫ് IRMS² മൈനസ് IDC² ഡിവൈഡഡ് ബൈ IDC. ഓക്കെ, ഞാൻ ഈ ഡിനോമിനേറ്ററിലെ ടേമിന് ഞാൻ സ്ക്വയറും കൊടുക്കുകയാണ്, അതുപോലെ സ്ക്വയർ റൂട്ടും കൊടുത്തു. അപ്പോൾ എന്തുണ്ടാവില്ല, റിലേഷൻ ഒന്നും മാറില്ല, കാരണം സ്ക്വയർ ഉണ്ട്, അതിനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ക്വയർ റൂട്ടും ഉണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യാണ്, ഈ സ്ക്വയർ റൂട്ട് കോമൺ ആയിട്ട് ചെയ്താണ് IRMS² മൈനസ് IDC² ഡിവൈഡഡ് ബൈ IDC². ദാറ്റ് ഈസ് ഈക്വൽ ടു IRMS ഡിവൈഡഡ് ബൈ IDC² മൈനസ് 1 സ്ക്വയർ റൂട്ട് ഉണ്ട്. IRMS എന്ന് പറഞ്ഞാൽ എന്താണ്, IM ഡിവൈഡ് ബൈ 2 ആണ്. IRMS എന്ന് പറയുന്നത് റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ എന്ന് പറയുന്നത്. സോ IM ഡിവൈഡഡ് ബൈ 2 ഡിവൈഡ് ബൈ IM ഡിവൈഡ് ബൈ പൈ സ്ക്വയർ ഉണ്ട് മൈനസ് 1. ദാറ്റ് ഈസ് ഈക്വൽ ടു IMഉം ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് പൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 മൈനസ് 1. ദാറ്റ് ഈസ് ഈക്വൽ ടു 1.21. ദാറ്റ് മീൻസ് IAC ഡിവൈഡഡ് ബൈ, ദാറ്റ് ഈസ് ഈക്വൽ ടു IAC ഡിവൈഡ് ബൈ IDC എന്നാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു IAC ഈസ് ഈക്വൽ ടു 1.21 IDC. അതായത് DC കമ്പോണൻസിൻ്റെ 1.21 മടങ്ങ് എന്ത് വരുന്നുണ്ട്, AC കമ്പോണൻസ് ആണ് വരുന്നത്. ദാറ്റ് മീൻസ് DCനേക്കാൾ കൂടുതൽ എന്താണ് വരുന്നത്, AC കമ്പോണൻസ് ആണ് വരുന്നത്. എത്ര മടങ്ങാണ്, 1.21. 1 ആണെങ്കിൽ ഈക്വൽ ആണെന്ന് പറയാം, പക്ഷേ 1.21 എന്ന് പറഞ്ഞാൽ DCനേക്കാളും എന്താണ്, അധികമാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കൂടുതലും എന്താണ്, AC കമ്പോണൻസ് ആയിരിക്കും ആസ് കമ്പയർഡ് ടു DC. So AC components exceed the DC components കാരണം 1.21 ആണ് in the output of the half-wave rectifier. So the half-wave rectifier is ineffective. എന്ന് പറഞ്ഞാൽ അതൊരു എഫക്റ്റീവ് അല്ലാത്തൊരു കേസാണ്. എന്തിനു വേണ്ടി, ACനെ DC ആക്കുന്ന പ്രോസസ്സിൽ ഒരു ഇൻഎഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഒന്നാണ് എന്ത്, ഹാഫ്-വേവ് റെക്ടിഫയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജാണ് നമുക്ക് കാണേണ്ടത്. ദാറ്റ് ഈസ് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്. പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഒരു ഡയോഡ് നമ്മളൊരു റിവേഴ്സ് ബയാസ് ആയിരിക്കുന്ന സമയത്ത് ഈ ഡയോഡ് മാക്സിമം എന്താ പറയുക, ഈ ഡയോഡിന് കിട്ടുന്ന മാക്സിമം വോൾട്ടേജ് എന്തിനു വേണ്ടിയിട്ടുള്ള, ഏതുവരെയുള്ള ബ്രേക്ക് ഡൗൺ ആവുന്നത് വരെ, അതായത് ബ്രേക്ക് ഡൗൺ ആവാത്തൊരു കേസുകളിൽ ഡയോഡ് സ്വീകരിക്കുന്ന മാക്സിമം റിവേഴ്സ് വോൾട്ടേജ് ആണ് എന്ത്, പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പോൾ റിവേഴ്സ് ബയാസ് എന്ന് പറയുമ്പോൾ ഇവിടെ പോസിറ്റീവ് ഇവിടെ നെഗറ്റീവ് ആവുമ്പോൾ ഇത് ഫോർവേഡ് ബയാസ് ആണ്. ഇത് നെഗറ്റീവ് ഇത് പോസിറ്റീവ് ആണെങ്കിൽ ഈ ഡയോഡിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് ആയിരിക്കും. അതായത് ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞത് VM sin θ എന്നുള്ളൊരു വോൾട്ടേജാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മാക്സിമം വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതൊരു ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ളൊരു കറണ്ടാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് കിട്ടുന്ന മാക്സിമം വോൾട്ടേജ് എന്ന് പറയുന്നത് VM ആയിരിക്കും.
അതായത് ആംപ്ലിറ്റ്യൂഡ് പീക്ക്, ഇതിൻ്റെ ഈ എ സി കമ്പോണൻസിൻ്റെ പീക്കായിരിക്കും ഈ ഒരു ഡയോഡ് റിവേഴ്സ് ബയാസിൽ കണക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് മാക്സിമം കിട്ടുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് ഈ റിവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത് VM ആയിരിക്കും. സോ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഒരു ഹാഫ് വേവിൻ്റെ കേസിൽ അതെന്താണ് VM എന്നുള്ള വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ എന്താണ് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ, സോ നമുക്ക് ദ മാക്സിമം റിവേഴ്സ് വോൾട്ടേജ് ദാറ്റ് എ ഡയോഡ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് വിത്തൗട്ട് ഡാമേജിങ് ദ ജംഗ്ഷൻ, ദിസ് ഈസ് കോൾഡ് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്. പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്, ഇതാണ് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ. അത് മാക്സിമം എന്തായിരിക്കും? VM ആയിരിക്കും. ഓക്കെ. ഇനി റിവേഴ്സ് കറൻറ്റ് ഓർ ലീക്കേജ് കറൻറ്റ്, റിവേഴ്സ് കറൻറ്റ് ഓർ ലീക്കേജ് കറൻറ്റ്. നമ്മൾ പറഞ്ഞു ഒരു ഡയോഡിലൂടെ കറൻറ്റ് പാസ് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് വേണം? അത് ഫോർവേഡ് ബയാസിലായിരിക്കണം. ഒരു റിവേഴ്സ് ബയാസിലാണെങ്കിൽ ഡയോഡിലൂടെ എന്തുണ്ടാവില്ല? കറൻറ്റ് പാസ് ചെയ്യുന്നുണ്ടാവില്ല എന്നുള്ളത്, കറൻറ്റ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു റിവേഴ്സ് ബയാസിലായിരിക്കുന്ന സമയത്ത്, ഒരു ഡയോഡ് റിവേഴ്സ് ബയാസിലായിരിക്കുന്ന സമയത്ത്, അതായത് റിവേഴ്സ് ബയാസിലായിരിക്കുന്ന സമയത്ത് കറൻറ്റ് പാസ് ചെയ്യുന്നില്ല. പക്ഷേ ഇവിടെ എന്തുണ്ട്? ഒരു മൈനോറിറ്റി കാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ 2 കാരിയേഴ്സാണുള്ളത്, ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും കാരിയേഴ്സാണുള്ളത്. അപ്പോൾ ഇതിൽ ഏതാണോ മൈനോറിറ്റി കാരിയേഴ്സ് ഉള്ളത്, ആ മൈനോറിറ്റി കാരിയേഴ്സിൻ്റെ മോഷൻ മൂലം ഒരു ചെറിയൊരു കറൻറ്റ് ഈ ഡയോഡിൻ്റെ അകത്ത് എന്ത് ചെയ്യും? ഫോം ചെയ്യും. സർക്യൂട്ടിലൂടെ പാസ് ചെയ്യില്ല, പകരം റിവേഴ്സ് ബയാസിലായിരിക്കുന്ന സമയത്ത് മൈനോറിറ്റി കാരിയേഴ്സിൻ്റെ മൂവ്മെൻറ്റ് മൂലം, അതായത് ഈ കാരിയേഴ്സ് എന്ത് ചെയ്യും? ഇതിൻ്റെ ഉള്ളിൽ കൂടെ എന്ത് ചെയ്യും? മൂവ് ചെയ്യാൻ തുടങ്ങും, പുറത്തേക്ക് വരില്ല എന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒരു കറൻറ്റ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് ലീക്കേജ് കറൻറ്റ് ഓർ റിവേഴ്സ് കറൻറ്റ്. അപ്പോൾ അതെന്തായിരിക്കും? എക്സ്ട്രീംലി സ്മോൾ ആയിരിക്കും. ആ കറൻറ്റ് ഉണ്ടാവാനുള്ള കാരണം മൈനോറിറ്റി കാരിയേഴ്സും ആയിരിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? That is, it is the current that flow through the diode in the reversed biased condition. ആ ഒരു ടേം ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം റിവേഴ്സ് ബയാസിലായിരിക്കുമ്പോഴാണ് എന്ത് ചെയ്യുക? ഈ റിവേഴ്സ് കറൻറ്റ് അല്ലെങ്കിൽ ലീക്കേജ് കറൻറ്റ് ഉണ്ടാവുക. ബാക്കിയുള്ള സമയത്ത് മാക്സിമം കറൻറ്റ് ആയിരിക്കും, IM വരെ പോവുക. അപ്പോൾ ഇത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണം മൈനോറിറ്റി കാരിയേഴ്സാണ്. മൈനോറിറ്റി ചാർജ് കാരിയേഴ്സിൻ്റെ മൂലമാണ് ഈ കറൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക. മാത്രമല്ല ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എക്സ്ട്രീംലി എന്തായിരിക്കും? സ്മോൾ ആയിരിക്കും. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഹാഫ് വേവിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് അടുത്ത സെക്ഷനിൽ നമുക്ക് ഫുൾ വേവ് റെക്ടിഫയറിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.